ലോകത്ത് അടുത്ത കാലത്ത് സൗത്ത് കൊറിയൻ ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ, കൊറിയൻ വിഭവങ്ങൾ, ഫാഷൻ, പാട്ടുകൾ എല്ലാം വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അമേരിക്കയിൽ നോക്കിയാൽ കൊറിയനുമായി ബന്ധപ്പെട്ടാണ് അധികം എൻ്റർടൈൻമെൻറ്റ് കണ്ടന്റും ഇറങ്ങുന്നത്. ആനിമേറ്റഡ് സിനിമകൾ, TV പരിപാടികൾ, ലൈവ് പെർഫോമൻസുകൾ, പരസ്യങ്ങൾ എല്ലാത്തിലും ഇപ്പോൾ കൊറിയൻ ഘടകങ്ങൾ കാണാം. നെറ്റ്ഫ്ലിക്സ് നല്ല പോലെ കൊറിയൻ ഡ്രാമകൾക്ക് ഊന്നൽ കൊടുക്കുന്നു. ഇന്ത്യയിലും ഈ മാറ്റങ്ങൾ കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലെ പരസ്യങ്ങളിൽ കൊറിയൻ താരങ്ങൾ കണ്ടു തുടങ്ങുന്നു. പോരാത്തതിന് സ്കിൻ കെയർ, ഫാഷൻ പ്രൊഡക്റ്റുകളിലും ഈ കൊറിയൻ ലേബൽ വന്നു തുടങ്ങി. അപ്പോൾ എന്തുകൊണ്ടാണ് കൊറിയൻ പോപ്പ് കൾച്ചർ വളരുന്നത് പോലെ ഇന്ത്യൻ പോപ്പ് കൾച്ചർ വളരുന്നില്ല? ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കൊറിയൻ കണ്ടന്റ് നോക്കിയാൽ അവർ പൊതുവെ യങ്ങറായ പ്രേക്ഷകരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, പ്രത്യേകിച്ചും പെൺകുട്ടികളെ. BTS പോലുള്ള ബോയ് ബാൻഡുകളുടെ വിജയത്തിന് പിന്നിൽ ഫീമെയിൽ ഗേസ് ഒരു പ്രധാന ഘടകമാണ്. ഹൈസ്കൂളിലും കോർപ്പറേറ്റ് ഓഫീസുകളിലും നടക്കുന്ന റൊമാൻസ് ആണ് മിക്കവാറും ഒക്കെ ഡ്രാമകളുടെ ഒരു പ്രമേയം. അതുകൊണ്ട് തന്നെയാണ് ചെറുപ്പക്കാർ അഭിനയിക്കുന്ന കണ്ടന്റ് വളരെ പ്രധാനമാകുന്നത്. ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അതേ ഏജ് കാറ്റഗറിയിൽ പെടുന്ന ആളുകളോട് പ്രത്യേക ഒരു താല്പര്യം തോന്നും. ഇന്ന് മലയാളത്തിൽ ഏതെങ്കിലും ചെറുപ്പക്കാരനെ വെച്ചുള്ള ഒരു സിനിമ ആലോചിച്ചാൽ മിക്കവാറും കാസ്റ്റ് ചെയ്യുക നസ്ലനെ ആയിരിക്കും. കാരണം മലയാളത്തിൽ ചെറുപ്പക്കാരായിട്ടുള്ള അഭിനേതാക്കൾക്ക് നല്ലപോലെ ക്ഷാമം കാണുന്നുണ്ട്. 40 കഴിഞ്ഞ നടന്മാരൊക്കെയാണ് നമ്മൾ ഇന്നും യുവ നടന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയിലെ മറ്റെല്ലാ ഭാഷകളിലും സാഹചര്യം വിഭിന്നമല്ല. കൊറിയൻ ഡ്രാമയിൽ ഹൈസ്കൂളിൽ പഠിക്കുന്നവരായി കാണിക്കുന്നവരെ എല്ലാം സത്യത്തിൽ ആ പ്രായമുള്ളവരൊന്നുമല്ല. പക്ഷേ കാഴ്ചയിലെങ്കിലും കഥാപാത്രത്തിൻ്റെ പ്രായത്തോട് നീതി കാണിക്കണം. റീൽസ്, യൂട്യൂബ് ഷോർട്സ് ഇതൊക്കെ എടുത്തു നോക്കൂ. വളരെ സിമ്പിളായിട്ടുള്ള പ്രേമകഥകൾക്ക് നല്ല വ്യൂസ് ഉണ്ട്. എല്ലാം നല്ലതൊന്നുമല്ല, പക്ഷേ ആളുകൾക്ക് ഇഷ്ടമാകുന്നുണ്ട്. അടുത്ത് സനം തേരി കസം എന്ന ഹിന്ദി റൊമാൻറ്റിക് സിനിമ റിലീസ് ചെയ്തു. അവിടെ നമ്മൾ കാണുന്നത് ഫാൻസ് ഇരുന്ന് കരയുന്നതാണ്. അതായത് ഇന്ന് ഇന്ത്യയിൽ നല്ല പോലെ പ്രണയ സിനിമകൾക്ക് ക്ഷാമമുണ്ട്. റൊമാൻറ്റിക് സിനിമകൾ ഈ കാലഘട്ടത്തിൽ എഴുതുന്നത് പ്രയാസമാണ്. പ്രത്യേകിച്ചും പല ഭാഷകളിൽ നിന്നായി കുറേയധികം സിനിമകൾ നമ്മൾ കണ്ടു ശീലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രഷ്നെസ് തോന്നിക്കുക എളുപ്പമല്ല. പ്രേമകഥകൾ ക്ലീശയാകാതിരിക്കാൻ ഇപ്പോൾ ചൈനീസ്, കൊറിയൻ ഡ്രാമകൾ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം ഫാൻറ്റസി മിക്സ് ചെയ്യലാണ്. ദേഹം പരസ്പരം മാറുകയോ പുനർജനിക്കുകയോ, വായിച്ച നോവല് അകത്ത് നിന്ന് വിടുക, ടൈം ട്രാവൽ, അങ്ങനെ ഇഷ്ടംപോലെ ഫാൻറ്റസി പശ്ചാത്തലം കഥകൾക്ക് കൊടുക്കാൻ പറ്റും. മലയാളത്തിലാണെങ്കിൽ ഞാൻ ഗന്ധർവൻ പോലുള്ള സിനിമകൾ ഇന്നത്തെ കാലത്ത് എടുത്താലും വർക്കാകേണ്ടതാണ്. മാത്രമല്ല, സ്ത്രീകൾക്ക് വേണ്ടി നമ്മുടെ രാജ്യത്ത് എത്ര സിനിമകളും എൻ്റർടൈൻമെൻറ്റ് കണ്ടന്റും നിർമ്മിക്കുന്നുണ്ട്. ഹിന്ദി റൊമാൻറ്റിക് സീരിയലുകൾക്ക് അഡിക്റ്റ് ആയിട്ടുള്ള പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. പെൺകുട്ടികൾക്ക് മാത്രമാണ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നത് എന്നല്ല, പലപ്പോഴും പെൺകുട്ടികളാണ് ഇത്തരം ഡ്രാമകൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. ചൈനീസ്, തായ്, ടർക്കിഷ് ഡ്രാമകളുടെ ഏറ്റവും വലിയ പ്രേക്ഷകർ സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലും അത്തരം കഥകൾ വരണം. മിസ്റ്റർ ബീൻ എന്ന വേഷം ചെയ്ത റൊവാൻ അറ്റ്കിൻസൺ എന്ന നടൻ ഒരുപക്ഷെ ലോകത്തിലെ ഒരുവിധം എല്ലാവർക്കും ഈ കഥാപാത്രത്തെ അറിയാമായിരിക്കും. എന്നാൽ ഈ നടൻ ചെയ്ത ബ്ലാക്ക് ആഡർ, ദ തിൻ ബ്ലൂ ലൈൻ പോലുള്ള ബ്രിട്ടീഷ് TV സീരീസുകൾ എത്ര പേര് അന്വേഷിച്ചു പോയി. അപ്പോൾ ഒരു തവണ ഏതെങ്കിലും വ്യക്തിയെയോ സിനിമയെയോ ലോകം കണ്ടു എന്നതുകൊണ്ട് മാത്രം ആ ഇൻഡസ്ട്രി മൊത്തത്തിൽ പോപ്പുലർ ആവില്ല. നിരന്തരമായി ഒരു ഇൻഡസ്ട്രിയിൽ നിന്നും നമുക്ക് ഇഷ്ടപ്പെടുന്ന തരം സിനിമകളോ എൻ്റർടൈൻമെൻറ്റ് കണ്ടന്റോ നമ്മളിലേക്ക് എത്തണം. അപ്പോഴാണ് ഒരു ഇൻഡസ്ട്രി മൊത്തത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. K-pop ഐഡൽസ് തന്നെ 1-2 പാട്ടുകൾ മാത്രം ചെയ്തതുകൊണ്ടല്ല ലോകം ശ്രദ്ധിച്ചത്. ജാക്കി ചാൻ നിരന്തരമായി ആക്ഷൻ കോമഡികൾ മാത്രം ചെയ്താണ് ഗ്ലോബലി പോപ്പുലർ ആയത്. അദ്ദേഹം അത് മാത്രം ചെയ്ത് ഒരു ഓസ്കാർ നേടി. ഇന്ത്യൻ സിനിമകളെ പറ്റി പുറമെ അറിയപ്പെടുന്നത് വളരെ കളർഫുൾ ആയിട്ടുള്ള ഡാൻസും പാട്ടും ഒക്കെ നിറഞ്ഞൊരു ഇൻഡസ്ട്രി ആയിട്ടാണ്. അപ്പോൾ ആ ഇമേജിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് പറ്റണം. ഡിസ്നി സിനിമകൾ ചെയ്യുന്ന പോലെ പാട്ടുകളും ഡാൻസും നല്ല രീതിയിൽ ഉപയോഗിച്ച് കഥ പറയാൻ പറ്റണം. അടുത്ത കാലത്ത് K-pop ഡയമണ്ട് ഹണ്ടേഴ്സ് ഒക്കെ അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ്. നമ്മുടെ സിനിമകളും പാട്ടുകളും ലോകശ്രദ്ധ പിടിച്ചു പറ്റാത്തതിന് കാരണം നമ്മുടെ കണ്ടന്റ് മോശമായതുകൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഇന്ന് ലോകത്തിലെ ഏറ്റവും ലാഭം നേടിയ സിനിമയാണ് അവതാർ ദ വേ ഓഫ് വാട്ടർ. അത് ലോകത്തിലെ ഏറ്റവും മികച്ച സിനിമയാണ്. RRR എന്ന സിനിമ അമേരിക്കയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കി നോക്കൂ. നാട്ടു പാട്ട് വന്നപ്പോൾ തിയേറ്ററിൽ വിദേശികളൊക്കെ നിന്ന് ഡാൻസ് കളിക്കുന്ന വീഡിയോ കാണാം. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതിന് മാത്രമൊക്കെ ആ സിനിമയിൽ ഉള്ളതെന്നൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. നമ്മൾ അതേപോലത്തെയൊക്കെ ഒരുപാട് സിനിമകൾ കണ്ടു ശീലിച്ചിട്ടുണ്ട്. പല വിദേശികളുടെയും ആദ്യ ഇന്ത്യൻ സിനിമ അനുഭവം RRR ആണ്. അവർ സാധാരണയായി ഹോളിവുഡ് സിനിമകളിൽ കാണാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് RRR എന്ന സിനിമ നൽകിയത്. അതാണ് പറയുന്നത്, ലോകം പലപ്പോഴും ശ്രദ്ധിക്കുന്നത് യുണീക്കായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ കൊറിയയിലുള്ള സംഗതികൾ അതുപോലെ തന്നെ കോപ്പി അടിച്ചാൽ ഒരുപക്ഷെ ഇന്ത്യക്കാർക്കിടയിൽ വിൽപ്പന നടന്നേക്കാം. അതിനപ്പുറത്തേക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. കൊറിയയിലാകട്ടെ ജപ്പാനിലാകട്ടെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി മറ്റ് പല വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഡിജിറ്റൽ കാലഘട്ടത്തിൽ പോലും ആൽബം കാശ് കൊടുത്ത് വാങ്ങുന്ന ഒരു സംസ്കാരം അവിടെ വ്യാപകമായി നിലനിൽക്കുന്നുണ്ട്. BTSന്റെ 45 മില്യൺ അടുത്ത ആൽബങ്ങളാണ് വിറ്റുപോയത്. അതുകൂടാതെ അവർ ഫാൻ മീറ്റുകൾ നടത്തുന്നു, സോഷ്യൽ മീഡിയയിൽ മറ്റ് എൻ്റർടൈൻമെൻറ്റ് പരിപാടികൾ അവതരിപ്പിക്കുന്നു. ഇതുകൂടാതെ ഫോട്ടോ കാർഡുകൾ,
ഓരോ ഐഡൽസിനെ റെപ്രസെന്റ് ചെയ്യുന്ന പാവകൾ, കോൺസെർട്ടുകളിൽ അവതരിപ്പിക്കാനായി ലൈറ്റ് സ്റ്റിക്കുകൾ, ഇങ്ങനെ പല സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. പോക്കിമോൺ എന്നത് ഈ രാജ്യത്ത് അറിയപ്പെടുന്നത് ഒരു കാർട്ടൂൺ എന്ന നിലയിൽ മാത്രമാണ്. എന്നാൽ പോക്കിമോൺ ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മീഡിയ ഫ്രാഞ്ചൈസാണ്. കൺസോൾ ഗെയിമുകൾ, മൊബൈൽ ഗെയിമുകൾ, കാർഡുകൾ, പാവകൾ, ജെറ്റുകൾ, അങ്ങനെ സർവത്ര സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. കൂടാതെ സ്ട്രീറ്റിലും ട്രെയിനിലും എല്ലായിടത്തും പോക്കിമോൺ നിറഞ്ഞു നിൽക്കുകയാണ്. അടുത്ത കാലത്ത് ഈ മാറ്റം ശക്തമാകാൻ പോകുന്നത് കൊറിയയിൽ നിന്നും ചൈനയിൽ നിന്നുമായിരിക്കും. കാരണം ഇപ്പോൾ തന്നെ ഒരുവിധം കൊറിയൻ ഡ്രാമകളും കൊറിയൻ മാൻഹുവ എന്ന് വിളിക്കുന്ന കോമിക്കുകളിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഈ മാൻഹുവകൾ തന്നെ വെബ്ടൂൺ പോലത്തെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രശസ്തമാണ്. ഈ കൊറിയൻ മാൻഹുവകളിൽ പലതും വെബ് നോവലുകളിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നുണ്ട്. കൊറിയയിൽ ആനിമേറ്റഡ് സീരീസുകൾ മാത്രമേ ഇനിയും ശക്തി പ്രാപിക്കാൻ ബാക്കിയുള്ളൂ. ഇന്ന് സോളോ ലെവലിംഗ് പോലുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള മാൻഹുവകൾ പലതും ജാപ്പനീസ് ആനിമേ സ്റ്റുഡിയോകൾ നിർമ്മിക്കുന്നതിന് കാരണം കൊറിയൻ ആനിമേഷൻ ഇൻഡസ്ട്രി ശക്തമല്ലാത്തതുകൊണ്ടാണ്. അതും അധികം വൈകാതെ വരും. കാരണം അവതാർ, ദ ലാസ്റ്റ് എയർബെൻഡർ പോലുള്ള ആനിമേറ്റഡ് സീരീസുകൾ കൊറിയൻ സ്റ്റുഡിയോകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചൈനയിലാകട്ടെ വൂക്കോങ് പോലുള്ള അതിഗംഭീരമായ ഗ്രാഫിക് ക്വാളിറ്റിയുള്ള വീഡിയോ ഗെയിമുകളും മൊബൈൽ ഗെയിമുകളും നിർമ്മിക്കുന്നു. നേജ 2 എന്ന ആനിമേറ്റഡ് ചിത്രം ലോകത്തിലെ തന്നെ ഏറ്റവും ലാഭകരമായ സിനിമകളിൽ ഒന്നായി മാറി. ചൈന ഒരുപക്ഷെ ഓപ്പൺ അപ്പ് ആകുമായിരുന്നെങ്കിൽ അമേരിക്കയേക്കാൾ വലിയ പോപ്പ് കൾച്ചർ ആയി മാറിയാണ്. എന്നാൽ ഇന്ത്യൻ സാഹചര്യത്തിൽ ആനിമേഷനും കോമിക് ബുക്കുകളും സിനിമകളും നോവലുകളും എല്ലാം വളരെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നതാണ്. പോരാത്തതിന് ആനിമേഷൻ, വീഡിയോ ഗെയിം, കോമിക്സ്, ടോയ്സ് പോലുള്ള മേഖലകൾ നമ്മുടെ രാജ്യത്ത് ശക്തവുമല്ല. ഈ രാജ്യത്തെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. സിനിമയുമായി ബന്ധപ്പെട്ടാണ് മറ്റ് പല മേഖലകളും വളരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ബാൻഡുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പലരും മടിക്കുന്നത്. ഒരുപക്ഷെ K-pop വളരുന്നതിനനുസരിച്ച് നാളെ മാറ്റങ്ങൾ വന്നേക്കാം. മറ്റ് മേഖലകളുമായിട്ടുള്ള പരസ്പര സഹകരണം ഇല്ലാതെ ഇന്ത്യൻ പോപ്പ് കൾച്ചർ വളരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. നെറ്റ്ഫ്ലിക്സ് പോലുള്ള OTT പ്ലാറ്റ്ഫോമുകളിൽ ഇന്ത്യൻ സിനിമകൾ വരുമ്പോൾ കൂടുതൽ ആളുകൾ കാണാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും ഇന്ത്യൻ സിനിമകൾ കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് ഇന്ത്യൻ സിനിമ നെറ്റ്ഫ്ലിക്സിൽ റെക്കമെൻഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. പോരാത്തതിന് ഇന്ത്യൻ സിനിമകൾ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ എന്ന യൂട്യൂബ് ചാനലാണ് ട്രെയിലറുകൾ ഇറങ്ങുന്നത്. ഇന്ത്യക്കാരും ഇന്ത്യൻ വംശജരുമായിരിക്കും മിക്കവാറും ആ ചാനൽ ഫോളോ ചെയ്യുക. നെറ്റ്ഫ്ലിക്സിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ അതേസമയം കൊറിയൻ സിനിമകളുടെയും സീരീസുകളുടെയും ട്രെയിലറുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ അത്തരം കണ്ടന്റുകൾ കാണാൻ സാധ്യത കൂടുതൽ. നല്ല രീതിയിലുള്ള കണ്ടന്റുകൾ ഉണ്ടായാൽ പോലും നമ്മുടെ സിനിമകൾ എപ്പോഴും ലോകം ശ്രദ്ധിക്കണമെന്നില്ല. ആ അവസരത്തിലാണ് ഇൻ്റർനാഷണൽ പ്രൊമോഷൻ ആവശ്യമായി വരുന്നത്. BTS, BLACKPINK പോലുള്ള ബാൻഡുകൾ നിരന്തരമായി ഇൻ്റർനാഷണൽ ഷോകളിൽ പങ്കെടുക്കുന്നുണ്ട്. ബസ്ഫീഡ് സെലിബ്, വയേർഡ്, ജെയിംസ് കോർഡൻ, വോഗ്, BBC അങ്ങനെ ഒരുവിധം എല്ലാ വെസ്റ്റേൺ ചാനലുകളിൽ അവർ ചെല്ലുന്നു. BLACKPINKലെ ലിസ എന്ന ഗായിക അടുത്ത കാലത്ത് ഒരുവിധം എല്ലാ അമേരിക്കൻ പരിപാടികളിലും പരസ്യങ്ങളിലും പങ്കെടുക്കുന്നുണ്ട്. ഇങ്ങനെ വെസ്റ്റേൺ രാജ്യങ്ങളിൽ K-pop താരങ്ങളുടെ മുഖങ്ങൾ ചിരപരിചിതമായി. ഇന്ത്യയിൽ നിന്നും ഐശ്വര്യ റായ്, ദീപിക പദുക്കോൺ, പ്രിയങ്ക ചോപ്ര പോലുള്ള താരങ്ങൾ ഇത്തരം വെസ്റ്റേൺ ഷോകളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും പലതും അമേരിക്കൻ സിനിമകളുടെ പ്രൊമോഷന് വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇന്ത്യൻ സിനിമകൾ ആരും ശ്രദ്ധിക്കില്ല. കൊറിയൻ കൾച്ചർ ലോകവ്യാപകമായി വളരുന്നത് അവിചാരിതമായി സംഭവിച്ചതല്ല. വളരെ ബോധപൂർവം ആരൊക്കെ എന്തൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് കൃത്യമായി പഠിച്ച് തയ്യാറാക്കിയതാണ്. ഇന്ത്യൻ പോപ്പ് കൾച്ചർ ലോകവ്യാപകമാകണമെങ്കിൽ ലോകത്തിലെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുകയും നമുക്ക് ലോകത്തിന് എന്ത് പുതിയത് സമ്മാനിക്കാൻ പറ്റും എന്ന് പഠിച്ചാൽ മാത്രമേ സാധിക്കൂ.